കൂടുതൽ ഊർജിതമായി. ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു തറക്കത്തുൽ ലാത്ത വൽ ഉസ്സ ജമീഅ കദാലിക യഫ്അലുർ റജുലുൽ ബസീറു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയങ്കരരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു സദസ്സിൽ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്ന പ്രതിഫലം നൽകപ്പെടുന്ന ഒരു മഹാസൗഭാഗ്യത്തിന് നമ്മൾ സാക്ഷികളാവുന്നു. തീർച്ചയായും ഇതൊരു സൗഭാഗ്യമാണ്. കുറച്ച് സമയം, ഞാൻ വല്ലാതെ ഒന്നും നീളൂല, 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 5 മിനിറ്റും അതൊക്കെ മതി. ക്ഷമയോടുകൂടി കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പടച്ച റബ്ബിൻ്റെ അനുഗ്രഹമാണ് നമ്മളിങ്ങനെ ഇരുന്നത്, കൂടിച്ചേർന്നത് എന്ന് സൂചിപ്പിച്ചു. മലക്കുകൾ നമ്മുടെ ജീവിതവുമായിട്ട് വല്ലാതെ ബന്ധമുള്ളതാണ്. നമുക്കറിയാം, 4-ാം മാസത്തിൽ ഉമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജീവൻ എന്ന് പറയുന്ന, റൂഹ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മലക്കിൻ്റെ സാന്നിധ്യമാണ്. ജീവിതത്തിൽ തന്നെ പലപ്പോഴും മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ ഖത്തീബ് മിമ്പറയിൽ കയറുന്നതിന് മുമ്പ് വരുന്ന ആളുകളുടെ പേരുകൾ മലക്കുകൾ രേഖപ്പെടുത്തുന്നു എന്ന ഹദീസുകളിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നവർ റുഫിയാൽ ഖലമു എന്നാ, പേന ഉയർത്തപ്പെട്ടു എന്നാ.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു പേരും വെള്ളിയാഴ്ച എഴുതപ്പെടാത്ത എത്ര ആളുകളുണ്ടാവും? കഴിയാൻ നേരത്തെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എപ്പോഴാണ് ഇമാമ് നിൽക്കുക എന്ന് മോനങ്ങനെ അന്വേഷിക്കും തുണക്കാരോടൊക്കെ. ഇമാമ് ഒരു 1:05 നിൽക്കും, 1:10. എന്നാൽ 1:05 മൂപ്പര് പുറപ്പെടുള്ളൂ. അതങ്ങനെ ചില ആളുകളുടെ ശീലം അങ്ങനെയാണ്, ആരെയും കുറ്റമൊന്നും അല്ലാതെ. ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ നമ്മളെ അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന ഹഫലത്ത് എന്ന മലക്കിനെ കുറിച്ച് ഹദീസുകളിൽ കാണാം. പിന്നെ ജീവിതാന്ത്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അവിടെ വരുന്ന മലക്കുൽ മൗത്തിനെ കുറിച്ച്. തവഫാക്കും മലക്കുൽ മൗത്തില്ലതീ വക്കീലബിക്കും. അപ്പോൾ ഇൽമിൻ്റെ സദസ്സിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് ഏറ്റവും പ്രധാനമായ സംഗതിയാണ്. ഞാനിങ്ങനെ 4-5 ദിവസം സ്ഥിരമായി പരിപാടികളായതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഏതായിരുന്നാലും പടച്ചറബിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങനൊരു സംവിധാനമായിട്ടൊരു ബന്ധമില്ലാതെ വേറെ എവിടെയൊക്കെ ഇരിക്കുന്നവരുണ്ടാകാം. നമ്മളിവിടെ ഇരിക്കുന്നു, ഒരു നന്മയെ കാക്ഷിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ദീനിൻ്റെ ഷിആർ എന്ന് പറയുന്ന ഒരു മദ്രസയുടെ വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ, നന്മകൾ ഒക്കെ ഉരുത്തിരിയുന്നു. അതുകൊണ്ട് റബ്ബിൻ്റെ അനുഗ്രഹം വളരെ വിലപ്പെട്ടതാണ്. ആ റബ്ബിനെ പരിചയപ്പെടുത്താൻ 1,00,000-ലധികം നബിമാർ കടന്നു വന്നു. ഖുർആനിൽ 25 ആളെ പേരെ പറഞ്ഞുള്ളൂ. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു അല്ല ഹും ആദമുൻ. പേര് റസൂലുള്ളാഹിന്റെ വാപ്പാരെ പേര് പെട്ടെന്ന് മാറിയതാ. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദ് മഅ സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യഅഖൂബു യൂസുഫു വ അയ്യൂബു ഹതദാ ശുഐബു ഹാറൂനു വ മൂസാ വൽ യസർ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തസർ ഇല്യാസു യൂനുസു സക്കരിയ വ യഹ്യ ഈസാ വ ത്വാഹ ഖാതിമുൻ ദഗിയ. 25 ആളെ പേരായിട്ട്. ഈ പദ്യമായതുകൊണ്ട് 25 ആരും വിടൂല. അല്ലാതെ നിങ്ങൾ എണ്ണിയൊക്കെ നിങ്ങൾ ദുൽകിഫിൽ വിട്ടിട്ടുണ്ടാവും, 24 ആവുള്ളൂ എങ്ങനെ എണ്ണിയാലും. അല്ലെങ്കിൽ അലിയസഴ വിട്ടിട്ടുണ്ടാവും. അത് മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്, കുറ്റമല്ല കേട്ടോ, അതങ്ങനെയാണ് അതിൻ്റെത്. ഞാൻ പറഞ്ഞത് ഈ 25 നബിമാരുടെ കഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പേര് പറഞ്ഞു പോയ നബിമാരും ഉണ്ട്. അവരൊക്കെ ജനങ്ങൾക്ക് വന്നിട്ട് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ, ഏക ഇലാഹിൻ്റെ വചനങ്ങൾ പരിചയപ്പെടുത്തി റബ്ബിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അശ്രാന്ത പരിശ്രമം നടത്തിയവരാണ്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ സംഭവ ബഹുലമായ പ്രബോധനം അവസാനിച്ചതിൽ പിന്നെ തലമുറ കൈമാറിയിട്ട് ഈ ദീൻ അങ്ങനെ കടന്നു പോകുന്നത് ഖിയാമം വരെ നിലനിൽക്കും. ഖുർആനെ പറ്റി അല്ലാഹ് പറഞ്ഞതാ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം തന്നെ ഇത് നിലനിർത്തും. അല്ലാഹ് പറഞ്ഞതാ. എത്ര ഖുർആൻ്റെ കോപ്പികൾ ആളുകൾ നശിപ്പിച്ച് കളഞ്ഞാലും ഇത് ഹിഫ്ളുള്ള ആളുകൾ ലോകത്തുണ്ട്. ലക്ഷോപലക്ഷം ആളുകളുണ്ട്. ഒരു ചെറിയ സംഗതി അല്ലല്ലോ അത്. വേറെ ലോകത്തൊരു വേദഗ്രന്ഥത്തിനും അങ്ങനെയല്ല. മറ്റു മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളുണ്ട്, അവർ പുണ്യമാണ് എന്ന് കരുതുന്ന ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് മനപ്പാടല്ല. ഖുർആൻ്റെ കാര്യം അങ്ങനെയല്ല. ഇതൊരു അത്ഭുതമാണ്, ഇതൊരു വിസ്മയമാണ്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ കറമി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി ലം തഖ്തരിൻ ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മഅദി വഅൻ ആദിം വഅൻ നിറമി. ഖുർആൻ ഒരു പ്രത്യേക കാലത്തൊട്ടി നിൽക്കുന്നതല്ല, അത് സർവകാലികമാണ്. എന്നും പത്തരമാറ്റാണ് ഖുർആന്. ലഹാ മആൻ, ഇതിൻ്റെ ആശയം എങ്ങനെയെന്നറിയോ? കമൗജിൽ ബഹർ, സമുദ്രത്തിലെ തിരമാല പോലെയാണെന്ന്. തീരത്ത് വീണ്ടും വീണ്ടും മലയടിക്കുന്ന തിരമാല പോലെയാണ് ഖുർആൻ. അതിൻ്റെ അകത്തളത്തിലിറങ്ങിയാൽ മുത്താണ്. കടലിൻ്റെ അടിയിലെ മുത്തും പവിഴവും മാണിക്യവുമാണ്. ഖുർആനും അങ്ങനെ തന്നെയാണ്.
അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞത് പടച്ച റബ്ബിൻ്റെ ഓർമ്മയും ചിന്തയും നമുക്ക് ആദ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മളെ വിഷമം, പ്രയാസം, ദുഃഖം, ആദി, വ്യാധി, സങ്കടം, കണ്ണുനീർ, ആഹ്ലാദം, ഇതിലൊക്കെ അള്ളാൻ്റെ ഓർമ്മ വേണം. ഇതൊക്കെ പടച്ചോൻ തരുന്നതാണ് നമുക്ക്. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ. ബൾക്കീസ് രാജ്ഞി കടന്നു വരുന്നുണ്ട്. അപ്പോൾ സുലൈമാൻ നബി ചോദിക്കുക, ഇവിടെ രാജ്ഞി വരാൻ പോവുക, രാജ്ഞി ഒന്ന് അത്ഭുതപ്പെടണം. സൂര്യനെ ആരാധിക്കുന്ന രാജ്ഞി, ആ രാജ്ഞി അത്ഭുതപ്പെടണം. അതിനെന്ത് വേണം? അപ്പം അദ്ദേഹം തന്നെ പറയാണ്, രാജ്ഞി കിടക്കുന്ന അതേ അർശ് അത് ഇവിടെ എത്തണം, രാജ്ഞിയുടെ കട്ടിൽ ഇവിടെ എത്തണം. ആരാ കൊണ്ടുവരിക? ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക. ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്നുകളുടെ കൂട്ടത്തിലൊരു മല്ലം പറയുക, അത് ഞാൻ കൊണ്ടുവരാം, പക്ഷെ നിങ്ങൾ നീക്കണേൻ്റെ മുമ്പേ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നീക്കലെപ്പോഴാ? ചിലപ്പോൾ മണിക്കൂറുകൾ കഴിയും. അത് പോരാ, തൊട്ടടുത്തെത്തിയിട്ടുണ്ട് രാജകുമാരി ബൾക്കീസ്. അപ്പം എന്താ ചെയ്യുക? അപ്പോഴാണ് വഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ജ്ഞാനമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അത് അള്ളാൻ്റെ തീരുമാനമാണ്. അടുത്ത നിമിഷം കട്ടിലവിടെ കാണുകയാണ്, എത്തുകയാണ്. ആ നേരത്ത് സുലൈമാൻ നബി പറയുന്നൊരു വാക്കുണ്ട് ഖുർആനിൽ, ഖാല ഹാദാ മിൻ ഫളി റബ്ബി, ഇതെൻ്റെ രക്ഷിതാവ് എനിക്ക് തന്ന ഔദാര്യമാണ്, അനുഗ്രഹമാണ്. എന്നാണ് നമ്മൾ പെരക്കെ കയറ്റി അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണതാണ്, ഹാദാ മിൻ ഫളി റബ്ബി. വണ്ടി നല്ലതൊന്ന് വാങ്ങിയാൽ അതിൻ്റെ മരത്തൊരു സ്റ്റിക്കർ ഉണ്ടാവും, ഹാദാ മിൻ ഫളി റബ്ബി. സന്തോഷം കൊണ്ടാണ്. പക്ഷെ ആയത്ത് അവിടെ നിൽക്കണില്ല കേട്ടോ. സുലൈമാൻ നബി പറഞ്ഞ അടുത്തതാണ് പോയിന്റ്. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അൻ അഷ്കുറ അം അക്ഫുറ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്നറിയാൻ എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിച്ചതാണ്. അള്ളാഹു എന്നെ പരീക്ഷിച്ചതാണ്. അഹങ്കാരേറ്റ വരുമോ? ഈ അത്ഭുതം നടന്നിട്ട് ബിൽക്കീസ് രാജകുമാരിയുടെ കട്ടിലിവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് അതുണ്ടാവില്ല. സുലൈമാൻ നബി അതാ പറഞ്ഞത്, ഞാൻ നന്ദി കാണിക്കണം. ഇതല്ല എന്നെ ടെസ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് നമ്മൾ ഈ വാഹനത്തിന്മൊക്കെ അതും കൂടിയാണ് എഴുതി വെച്ചാലാണ് അതിൻ്റെ പൂർണ്ണമായ ആശയം വരുള്ളൂ. ഈ വാഹനം എനിക്ക് കിട്ടിയത് അത് ഞാൻ നന്ദി ചെയ്യണുണ്ടോ അതോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ? അല്ല എന്നെ പരീക്ഷിക്കുകയാണ്. ഈ നല്ല വീട്ടിൽ ഞാൻ പാർക്കുന്നത് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നറിയാൻ. അപ്പം റബ്ബിൻ്റെ ഓർമ്മ. സുലൈമാൻ നബി എപ്പോൾ അഴോ അങ്ങനെയാ. ഉറുമ്പിൻ്റെ സംസാരം കേട്ടപ്പോഴും പറഞ്ഞതാ, ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹാ. ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ നബി ചിരിച്ച് പുഞ്ചിരിച്ചു. എന്നിട്ട് സുലൈമാൻ നബി പിന്നെ പറയുന്നത് അത്ഭുതമാണ്. ഖാല, സുലൈമാൻ നബി പറഞ്ഞു, റബ്ബി ഔസിഗ്നി അൻ അഷ്കുറ നിഅ്മതകല്ലതി അൻഅംത അലയ്യ. നീ എനിക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ എൻ്റെ മനസ്സ് പാകപ്പെടുത്തണം റബ്ബേ. വലിവാലിദയ്യ, അതാണ് പാഠം. എൻ്റെ മാതാപിതാക്കൾക്കുന്ന ജീവിതത്തിലൊരു നിർണായകമായ ഘട്ടത്തുമ്പോൾ ഉമ്മാനും വാപ്പാനും ഓർക്കും മക്കൾ എന്നാണ്. അതാ സുലൈമാൻ നബിയുടെ പാഠം. അല്ലാതെ മറക്കല്ല, അവരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവരുടെ വിഷമങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇവിടെ ഇപ്പം നാസർ സാഹിബ് പറഞ്ഞു കേട്ട് ഞാൻ അന്തപ്പെട്ടു പോയി. ചില വീടുകളിൽ മണമാണ്, നോക്കാൻ വയ്യാതെയാണ് ആൾക്കാർ അല്ലേ. വല്യപ്പാനെ നോക്കാൻ വയ്യ, വല്യമ്മാനെ നോക്കാൻ വയ്യ, ആകെ അസ്വസ്ഥമാണ് അല്ലേ. അങ്ങനെയാണ് ഒക്കെ ഒരു കാട്ടിക്കൂട്ടുന്ന ലോകമാണത്. ഈ നോക്കാത്ത വല്യപ്പാനി നിർത്തിയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ഈ മാതൃദിനം അല്ലെ ഇമ്മാൻ്റെ ദിനം വാപ്പാൻ അങ്ങനെയൊക്കെ ഉണ്ട്, പിതൃദിനമൊക്കെ ഉണ്ടല്ലോ, അന്നിങ്ങനെ നല്ല നല്ല കമൻറ്റുകൾ ഇങ്ങനെ ഇടും. ജന്മം നൽകിയ വസന്തത്തിന് 1000 അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ എന്നൊക്കെ ഇപ്പം ഇങ്ങനെ എഴുതിയിട്ട് ഇവനിങ്ങനെ ലൈക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ആ വാപ്പാനൊന്ന് തിരിഞ്ഞു നോക്കാൻ അവന് നേരം ഉണ്ടാവില്ല. ഉമ്മാൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണതാണ്, ഉമ്മാനെ മടിയിൽ വെച്ചിട്ടോ അല്ലെ ഇമ്മാൻ്റെ മടിയിൽ അങ്ങോട്ട് വെച്ചിട്ട് ആ ഫോട്ടോ എടുത്തിട്ടൊരു വിടല ഫേസ്ബുക്കിൽ. അതൊരു കഥയാണ്. ഉമ്മന്നെ അന്തം വിട്ടു.
പണ്ടൊരു പള്ളിയിലൊരു ഖത്തീബ് നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞപ്പോൾ ഓനെ തന്നെ ഇവിടെ 2 മാസം ഇവിടെ ഖുത്ബക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിയിൽ ഓൻ്റെ വാപ്പ ഉണ്ടായിരുന്നു അത്രേ. വാപ്പ നീച്ചെന്നിട്ട് പറഞ്ഞത്ര ഓനാണെങ്കിൽ ഞാൻ ഈ പള്ളിക്ക് വരില്ല കേട്ടോ എന്ന് പറഞ്ഞത്. വാപ്പ പറയണ് അതാണ്. കാരണം ഓൻ്റെ കേൾക്കാൻ എന്നെ കൊണ്ടാവൂല എന്ന്. കാരണം ഓങ്ങനെ മാതാപിതാക്കൾ ആയത്തൊക്കെ ഇങ്ങനെ ഓതിന് കേട്ടാലേ അത് അനുഭവിച്ചൊരു വാപ്പുണ്ട് അവിടെ. മാതാപിതാക്കളോട് ഓൻ എന്താ ചെയ്തതെന്ന് അങ്ങനെയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, റബ്ബിനെ ഓർക്കണം, ധാരാളമായിട്ട് അല്ലാഹനെ ഓർക്കണം. ആ വിചാരം ഉള്ളിൽ കിടന്നാൽ സമാധാനമുണ്ട്, നമുക്ക് സ്വസ്ഥതയുണ്ട്. നമുക്ക് അയ്യൂബ് നബി കഥ ഉണ്ടായത്, മാരകമായ രോഗമാണ് അയ്യൂബ് നബിക്ക് പിടിപെട്ടത്. അയ്യൂബ് നബി ആദ്യം നല്ല സമ്പന്നനായിരുന്നു, ധാരാളം മക്കളുണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു, എല്ലാ അർത്ഥത്തിലും അയ്യൂബ് ഉന്നതനായിരുന്നു. പക്ഷെ ഓരോന്നോരോന്നിങ്ങനെ ചുരുങ്ങിപ്പോയി അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ നിന്ന്. പിന്നെ രോഗമായപ്പോൾ എല്ലാവരും ഒഴിവാക്കി. അവസാനം അയ്യൂബ് ഒറ്റക്കായപ്പോൾ അയ്യൂബിൻ്റെ ഒരു ദുആ ഉണ്ട് ഖുർആനിൽ, ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ്, എനിക്ക് രോഗം വന്നു റബ്ബേ, എനിക്ക് പ്രയാസം വന്നു. മറ്റൊരു ആയത്തിൽ അന്നീ മസ്സനിയ ശൈത്വാൻ എന്നാണ്, എന്നെ പിശാച് തൊട്ടു, എന്നെ പിശാച് ബാധിച്ചു. എന്താ പറഞ്ഞത്? രോഗം വന്നു എന്ന് ഒരിടത്ത് എനിക്ക് പ്രയാസം വന്നു, മറ്റൊരിടത്ത് എനിക്ക് പിശാച് വന്നു. അവിടെ പറഞ്ഞത് ഈ പിശാച് ഇങ്ങനെ ഫിത്തനകൾ ഉണ്ടാക്കുകയാണ് അയ്യൂബിൻ്റെ അടുത്ത് വന്നിട്ട്. അനക്കാണല്ലോ ഇപ്പോൾ ഈ രോഗം വന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു, നബിയായിരുന്നു, നല്ലൊരു മനുഷ്യൻ. എന്നിട്ട് അനക്കാണല്ലോ എൻ്റെ പടച്ചോ രോഗം തരാൻ കണ്ടത്. എത്ര ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവിധ അക്രമം കാട്ടി നടക്കണവർക്ക്, ഓൽക്കൊന്നും ഒരു കേടുമില്ല. മനുഷ്യൻ്റെ ചിന്തകനല്ലേ. എത്ര ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. റബ്ബേ എനിക്കാണല്ലോ ഈ അസുഖം വന്നത്, ഞാൻ എന്തേ കാട്ടിയതാ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പറയാൻ പാടില്ല. അയ്യൂബ് നബി പറഞ്ഞു, വാന്ത അർഹമുർ റഹീമീൻ, നീ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. പിന്നെ ആ രോഗക്കണ് മാറിയെന്ന അയ്യൂബ് പൂർണ്ണ ആരോഗ്യത്തിൽ തിരിച്ചെത്തി. അയ്യൂബിന് ആളുകൾ പിന്നെ ഏറ്റുവാങ്ങി, കുടുംബം വന്നു, മക്കൾ വന്നു, സഹധർമ്മിണി വന്നു, പൂർവസ്ഥിതിയിൽ അയ്യൂബ് ആയി മാറി. പക്ഷേ വീണ നേരത്തെ അയ്യൂബിൻ്റെ വാക്കാണ് ഇത് നാദാ റബ്ബഹു എന്ന്. നമ്മുടെ അനുഗ്രഹത്തിൽ നിന്ന്, നമ്മുടെ റഹ്മത്തിൽ നിന്ന് ഫകശഫ്നാ എന്നാണ്, നാം അദ്ദേഹത്തിൻ്റെ അസുഖം, അദ്ദേഹത്തിൻ്റെ ളുറ് നീക്കിക്കൊടുത്തു. മിൻ റഹ്മത്തിനാ, നമ്മുടെ റഹ്മത്തിൻ്റെ ഭാഗമായിട്ട്. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഈ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ പടച്ചോനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ വിസ്മയം, ഈ അത്ഭുതം, ഈ ആകാശം, ഈ ഭൂമി, ഈ മഴ, ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ, അല്ലെ, ലോസ് ഏഞ്ചൽസിലെ തീയടക്കം, ഈ അത്ഭുതങ്ങളൊക്കെ മനുഷ്യൻ്റെ ചിന്തയെ തൊട്ടുണർത്തുന്നുണ്ട്. താബിയായൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പണ്ഡിതൻ്റെ അടുത്ത് വരിക, എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിച്ചു, അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും ഞാൻ വിശ്വസിച്ചു. ഇതൊന്നും പറഞ്ഞപ്പോൾ അത്ഭുതത്തോടുകൂടി പണ്ഡിതൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൈഫ അറഫ്ത റബ്ബുക, അല്ല എനിക്ക് എങ്ങനെ അള്ളാഹിനെ മനസ്സിലായത്? ഇയാൾ കാട്ടിൽ പാർക്കണ ആളാ, ആ ഒരു ആദിവാസി എന്നൊക്കെ പറയാവുന്ന, ജനങ്ങളായിട്ടൊന്നൊരു ബന്ധമല്ല, എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇറങ്ങി വരും. ആ മനുഷ്യൻ വന്നിട്ടാ പറഞ്ഞത്, ഞാൻ അള്ളാഹിനെ വിശ്വസിച്ചു. അത് പറഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ തിരിച്ചു വയ്ക്കുന്നുണ്ട്, കൈഫ അറഫ്ത റബ്ബുക, എങ്ങനെയാണ് എനിക്ക് റബ്ബിനെ മനസ്സിലായത്? അപ്പം ആ മനുഷ്യൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ആ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്, അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ വഅസറുൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ ഫസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജിൻ അലാ വബഹറുൻ ദാതു അംവാജിൻ അലാ തദുല്ലു അലൽ ലത്തീഫിൽ ഖബീർ.
ഒട്ടകത്തിൻ്റെ അല്ലേ ഒരു അൽ ബഴറത്ത് ഒട്ടക കാഷ്ടം, അത് കാണുമ്പോൾ എനിക്ക് ബോധ്യമാകും ഇതുവഴി ഒരൊട്ടകം നടന്നു പോയി. ഒരൊട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ ഒരൊട്ടകം നടന്നു എന്ന് എനിക്കറിയാം. വാസറുൽ അഖ്ദാം, ഈ മണലാരണ്യത്തിലൂടെ കാൽപാദങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം ആരൊക്കെയോ ഇതുവഴി നടന്നുപോയി. ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ പറയാം, ഫസമാഉൻ ദാതു അബ്റാജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം, വഅർളുൻ ദാതു ഫിജാജ്, നിറയെ വഴികളും വൈവിധ്യങ്ങളുമുള്ള ഭൂമി, വബഹറുൻ ദാതു അംവാജ്, തിരമാല നിറഞ്ഞു നിൽക്കുന്ന കടലും കാണുമ്പോൾ അലാ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ, ഉന്നതനും മഹാനും ദയാലുവുമായ ഒരു റബ്ബിനെ അതെനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പണ്ഡിതൻ തന്നെ അത്ഭുതപ്പെട്ടു. അതാണ് പ്രാപഞ്ചിക സത്യങ്ങളിൽ നിന്ന് റബ്ബിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ. ഒരാളും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ അതങ്ങോട്ട് വരികയാണ്. അതാണ് ഹിദായത്ത് എന്ന് പറഞ്ഞ ഭാഗ്യം. ആ സൗഭാഗ്യത്തിൻ്റെ തണലിലിരിക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ടുള്ളവരാണ് നാം. ഇത് നമുക്ക് അടുത്ത തലമുറക്ക് കൊടുക്കണം. കഴിഞ്ഞ തലമുറ നമുക്ക് തന്നതാണ്. അവരൊക്കെ ആറടി മണ്ണിലേക്ക് പോയി, നമ്മളും പോകാനുള്ളവരാണ്. എപ്പോഴാ പോകുക അറിയില്ല. തസവ്വദ് മിനദ്ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിനാ വഖദ് നൂസിജത് അക്ഫാനുഹു ഫഹുവ ലാ യദ്രി വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ വഖദ് ഖുബിലത് അർവാഹുഹു ലൈലത്തൽ ഖദ്രി. ഈ രാത്രി നേരം വെളുക്കുമെന്ന് നിന്നോടാര് പറഞ്ഞു? നീ യാത്രക്കൊരുങ്ങിക്കോ, നേരം പുലരുമെന്ന് നീ ഉറപ്പിക്കണ്ട. എത്ര മനുഷ്യന്മാർ, മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന എത്രയോ മനുഷ്യന്മാർ, അവരുടെ ആയസ് പിന്നെയും നീണ്ടുപോയത് അത്ഭുതമാണ് അല്ലേ? അതേ സമയത്ത് പറയാനൊരു രോഗവുമില്ല. നല്ല മസിലുള്ള നല്ല ചെറുപ്പക്കാർ, അവരാണ് കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരിച്ചത്. ബാപ്പമാര് ഞെട്ടിപ്പോയത്. ആ മകനെ വളർച്ച കാണുമ്പോൾ ബാപ്പ മനസ്സിൽ കരുതിയിരുന്നു, റബ്ബേ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കട്ടിൽ ചുമക്കുന്നവനാണല്ലോ അത്. എൻ്റെ മയ്യത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, ബാപ്പാക്ക് പുറത്ത് കൊടുക്കണേ എന്ന് പറയുന്ന എൻ്റെ രക്തമാണല്ലോ അത് എന്ന് സങ്കൽപ്പിച്ച എത്ര മനുഷ്യന്മാർ. പക്ഷെ അവർക്ക് മുമ്പേ അവരെ മക്കൾ മരിച്ചപ്പോൾ ആ മകൻ്റെ മയ്യത്ത് ചുമലിൽ വെച്ചിട്ട് നെഞ്ചു പടയുന്ന എത്ര ബാപ്പമാർ. ആ മകൻ്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, എൻ്റെ പൊന്നു മോനെ അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറയാൻ വിധിക്കപ്പെട്ട എത്ര പ്രിയപ്പെട്ട പിതാക്കന്മാർ ഒക്കെ ലോകത്ത് നടന്നിട്ടില്ലേ? അത്ഭുതമല്ലേ ഇത്? അല്ലെ, രോഗം പിടിച്ചവർക്കെത്രയോ സുഖം വന്നേ, സന്ദർശകർ അതിലെത്രയോ മരിച്ചെന്നേ. കാണാൻ വന്നിരുന്നു, ഡോക്ടർ വിവരം അറിയിച്ചു. ഒരാഴ്ച ആയുസുണ്ടാവുള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിവരം അറിയിച്ചോളിന്നുണ്ട്. അങ്ങനെ കുടുംബത്തിലുള്ളവരൊക്കെ വന്നു മൂപ്പരെ കാണാൻ. അത്ഭുതം അല്ലേ? മൂപ്പരെ അസുഖം മാറി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. ഇപ്പോഴും മൂപ്പര് ചായപ്പിടിയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. കാണാൻ വന്ന കുറേ ആൾക്കാരുണ്ട്, ഓലൊക്കെ മരിച്ചു പോവുകയും ചെയ്തു അല്ലേ? രോഗം പിടിച്ചവർക്കെത്രയോ സുഖം വന്നേ, സന്ദർശകർ അതിലെത്രയോ മരിച്ചെന്ന്. കാണാൻ വന്നോല മരിച്ചത് അല്ലേ? ഇപ്പം ഈ കൊറോണയുടെ ടൈം നോക്കിയിട്ടില്ലാണ്. ആൾക്കാരും ഇങ്ങോട്ട് ബേജാറായിട്ട് പായല്ലായിരുന്നു. എന്തൊക്കെയാണ് നടന്ന നാട്ടിൽ അല്ലേ? എന്താ പറയുക, അന്നൊക്കെ ഓരോരുത്തരുടെ പവർ എന്തായിരുന്നു. അങ്ങനെ വരിക, ഞാൻ ഡോസ് വെച്ചിട്ടാണ് വരുന്നത്, സൂചി വെച്ചിട്ടേ. എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഇനി എനിക്കിതുണ്ടാവില്ല, ഞാൻ ബൂസ്റ്റർ അടക്കം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ മെയിനായിട്ട് വരിക. 3 വെച്ച ആൾ
അല്ലേ? മാരകമായ അസുഖം. എന്താ അതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായിരുന്നാലും നമ്മുടെ കൾച്ചർ അവിടെ വഴിമാറിയിട്ടുണ്ട്. നാളെ ഒരു ചരിത്രം എഴുതുമ്പോൾ പ്രത്യേകിച്ച് മതപണ്ഡിതന്മാരക്കടക്കം അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കടക്കം ഒരു പാടാണത്. കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു സമൂഹം, കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു സമൂഹം, നല്ല മാറ്റമുണ്ടായത്. ചെറിയ മാറ്റമൊന്നുമല്ല അല്ലേ? മൊബൈലുമ്പോൾ കളിക്കാൻ അറിയാത്തവരാരും ഇല്ലാതെ, കാരണം എവിടേക്കും പോകാമല്ല, ഈ പെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറുക്കനോട് ഇങ്ങനെ ചോദിക്കുമെന്ന് വന്നൊക്കെ അതിൻ്റെ മുമ്പൊക്കെ വാപ്പ എടാ ഇതെങ്ങനെ, അപ്പോൾ ഓനൊരു ഗമണ്ട്, ഓ ഒരു പൊട്ടൻ വാപ്പ, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി കൊടുക്കും. നേരിട്ട് പറയില്ലെങ്കിലോ അവൻ്റെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ വാപ്പാക്ക് തന്നെ മനസ്സിലായി ഇത് അങ്ങനെ തന്നെ ക്യാമറ ഓണാകുകയാണ്, ഇങ്ങനെ ലൈറ്റ് തന്നെ ടോർച്ച്, എന്തൊരു സംഭവം അത്. ഇവിടെ പഠിച്ചില്ലേ? ഒരു പണിയില്ലാത്ത കുറേ പെണ്ണുങ്ങൾ കാണാം എങ്ങനെ ചക്കക്കുരു കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം. ഞാനിതാ ഒരു പുതിയ എൻ്റെ ഒരു ബെൽ ബട്ടൺ ഞെക്കിക്കോളി, ഞാൻ എന്താ റെഡിയാണ്. ചക്കക്കുരു എടുക്കുക, തോല് കളയുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക, അതിൽ കുറച്ച് ഉപ്പിടുക അല്ലെങ്കിൽ പഞ്ചാര ഇടുക, ഇതാ ജ്യൂസായി മാറി. ഭയങ്കര സംഭവമല്ലേ? എന്നിട്ട് അതിനിലേക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ലോകം. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴോ പിടുത്തം വിട്ടിക്കണ്. കാരണം അതുവരെ നമുക്കൊരു ദിവസം പള്ളിക്ക് പോയിട്ടില്ലെങ്കിൽ, വെള്ളിയാഴ്ചയൊക്കെ പള്ളിക്ക് പോയിട്ടില്ലെങ്കിൽ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഈ കൊറോണ കഴിഞ്ഞിട്ട് പള്ളിക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്കുകളുടെ തലയിൽ മുണ്ടിടുന്നവർ, ബാക്കിയൊക്കെ ആ തോളിൽ കാണാൻ ഒരു നാടട്ട് ഇങ്ങനെ വരുന്നത്. അതാണ് വലിയ ഷിയാർ. അതാണ് ബ്രോക്കർ അടക്കം പറയാണ് നല്ല തക്കവള്ള പെണ്ണാണ്. എങ്ങനെ തക്കവയുടെ ലക്ഷണം ബ്രോക്കർ പറയുന്നത് അറിയോ? ഷാള് വിൽക്കുമ്പോൾ തലയിൽ തന്നെ എടുത്തിടുന്നതാണ്. അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയാണ്. ചെറുക്കന്മാരെ പറ്റി പറയാം, നല്ല അത്യാവശ്യം പിന്നെ എന്താ പറയുക, പുതിയാപ്പള നല്ല ചെക്കനാണ്, മരുവൻ നല്ല ഉഷാറാണ്, ബ്രോക്കർ അവതരണമാണ്. 2 ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറയേണ്ട കാലമാണ്. MD MA അങ്ങനെ പറയുന്ന ഒരു കാലമാണ്. 2 ഡിഗ്രിയാണ് അവന്, അത്രയും സംഭവമാണ് അവനെന്ന് പറയുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഈ സംസ്കാരം ചെറുതല്ല. ഇവിടെ നാസർ സാഹിബ് പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ആർമിയിൽ വർക്ക് ചെയ്തിട്ടപ്പോൾ അല്ലേ, അങ്ങനെ എത്ര ആളുകൾ. ഇത് തടുക്കാൻ വേറെ എന്താ ഉള്ളത് അല്ലേ? കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരെ മർദ്ദിക്കാതിരിക്കാനും ഉപദ്രവിക്കാതിരിക്കാനും നിയമം വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഉള്ളിൽ തോന്നണ്ടേ? എത്ര ഗൃഹപീഡനങ്ങൾ, എന്തൊക്കെ നാട്ടിൽ നടക്കണത്. എൻ്റെ കളറ് ഞാൻ അത്ര കറുപ്പാന്ന് അറിയില്ലായിരുന്നു. ഓനും മോൻ്റെ അമ്മയും ഒക്കെപ്പാടെ ഈ പെൺകുട്ടി ജീവൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. നാട്ടിലതല്ലേ നടക്കണത്? അത് ചെയ്യാൻ പാടില്ല, അത് വേറെ വിഷയം. പക്ഷേ അങ്ങനെ മാനസികമായിട്ട് വീടിൻ്റെ ഉള്ളിൽ നിയമങ്ങൾ എന്തുണ്ടാക്കിയിട്ട് എന്താ? അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല. അത് ഉള്ളിൽ നിന്ന് വരണം, ദുആ വരണം, പ്രാർത്ഥന വരണം. അതിനൊരു സംസ്കാരം ആവശ്യമാണ്. അതാണ് നമ്മൾ വലിയ പാഠം. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത് റബ്ബിനെ ഓർക്കുക, ധാരാളമായിട്ട് അള്ളാഹിനെ ഓർക്കുക. നിങ്ങൾ ഒറ്റക്ക് എന്നെ ഓർത്താൽ ഞാൻ ഒറ്റക്ക് നിങ്ങളെ ഓർക്കും. നിങ്ങളൊരു സദസ്സിൽ എന്നെ ഓർത്താൽ ഏറ്റവും ഉന്നതമായ സദസ്സിൽ ഞാൻ നിങ്ങളെ ഓർക്കും. മലക്കുകളുടെ സദസ്സാണ്, നിങ്ങളെപ്പറ്റി ഞാൻ ഓർക്കും. അല്ലാഹ് പറയാ. അതേ സമയത്ത് വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ഓർമ്മയെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, നിങ്ങളെ ജീവിതം ഇടുങ്ങിയതായി പോകും. അതാണ്, നിങ്ങളെ ജീവിതം തന്നെ ഇടുങ്ങിയതായി പോകും എൻ്റെ ഓർമ്മകൾ വിട്ടാൽ. ഇന്നിപ്പോൾ അതല്ലേ നാട്ടിൽ നടക്കുന്നത്. ഈ സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ വിചാരിക്കണ്ടോ അവർക്ക് വല്ല സമാധാനം ഉണ്ടെന്ന്? ഒരു സമാധാനം അവർക്കില്ല, ഒരു സമാധാനം അവർക്കില്ല. ജീവിതത്തിൻ്റെ താളം തെറ്റിയ കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, ഒരു സമാധാനവും ദുനിയാവിൽ അവർക്കില്ല. നമ്മൾ വിചാരിക്കും ഭയങ്കര ഒന്നുമില്ല, എന്നും അടി, എന്നും പ്രശ്നം, എന്നും കത്തിക്കുത്ത്. സ്വസ്ഥത എന്ന് പറഞ്ഞത് അവർക്കില്ല. ജീവിതത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ല, ഒരു ഉത്തരവാദിത്വമില്ല. സമൂഹത്തിനുള്ള പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അപകടം, അപജയം ആലോചിച്ച് നോക്ക്. നമ്മളെത്ര ഭാഗ്യവാന്മാരാ ഈ ഒരു വൃത്തത്തിൽ നിന്നതുകൊണ്ട്, ഈ ഒരു സംസ്കാരത്തിൻ്റെ തണലിൽ നമ്മൾ എത്തിയത് കൊണ്ട്, അള്ളാഹിൻ്റെ കാവൽ നമുക്ക് ലഭിച്ചത് കൊണ്ട്. അതാണ് തൗഹീദ്, ഹിദായത്ത്. വലിയ സംഭവമാണത്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. 17 തവണ അള്ളാഹിനോട് നമ്മൾ നിരന്തരം ദുആ ചെയ്യേണ്ട, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേർമാർഗം തരണം റബ്ബേ.
ദുആണ് 17 തവണ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ റബ്ബേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. പിന്നെ അപ്പം നമ്മളെ കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. മനുഷ്യനെപ്പോഴാണ് മനസ്സ് മാറുക എന്ന് ആർക്കറിയാം. ആഖിബത്ത് നന്നാകുക എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. അതെപ്പോഴാണ്? ജീവിതത്തിൻ്റെ പര്യവസാനമാണ് നന്നാകേണ്ടത്. ഭൂതകാലം നോക്കുമ്പോൾ അല്ലേ, സഹാബത്തിൻ്റെയൊക്കെ ഭൂതകാലം നല്ലതൊന്നുമല്ല. എല്ലോ മോശത്തരം അവരെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരങ്ങോട്ട് നന്നായി, അവരങ്ങോട്ട് മാറി. അതൊരു മാറ്റാ. പിന്നെ ഓർത്ത് കരയും അവർ. ഇന്നലകളിലെ ചെയ്തികളെ ഓർത്ത് കരയും അല്ലേ. ഫാറൂഖുന സയ്യിദ് ഉമർ തന്നാട്ടിൽ, വഴിമധ്യ നിന്ന് പാട്ട് കേട്ടൊരു വീട്ടിൽ, കള്ളും കുടിച്ചു രസിച്ചു കൊണ്ടാ പാട്ട്, ഉടനെ പറഞ്ഞു തുറക്കടോ നീ പൂട്ട്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുക. അമീറുൽ മുഅ്മിനീനാണെന്ന്, രാജ്യം ഭരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് അസമയത്തൊരു വീട്ടിലൊരു വെളിച്ചം. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പന്തിയല്ല തോന്നി. നല്ല പാട്ടും ഒച്ചയും വിളിയും ബഹളവും. അപ്പോൾ ആ വീടിൻ്റെ യഥാർത്ഥ വാതിലല്ലാതെ വേറൊരു ഭാഗത്ത് കൂടിയാണ് ചാടിക്കടന്നു. എന്നിട്ട് ആ വീടിൻ്റെ മച്ചിൽ കയറി ഉള്ളിലേക്ക് ഉമർ അങ്ങോട്ട് നോക്കി. ഉമർ അമീറാണ്. നോക്കിയപ്പോൾ ഒരു കാണുന്നൊരു കാഴ്ച ഉണ്ട്. ഒരവിഹിതം, അതിൻ്റെ വൃത്തം ഒരുങ്ങുക. ഒരു പെണ്ണ്, അതോടെ മദ്യം, ഒരു ചെറുപ്പക്കാരൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുകളിൽ നിന്ന് ഒറ്റ വിളിയാ, ഞാൻ അമീറുൽ മുഅ്മിനീനാണ്, എനിക്കുള്ള ശിക്ഷ ഞാൻ തരും, തുറക്കട വാതിലെന്ന്. വാതിലങ്ങോട്ട് തുറന്നു എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ തിരിച്ചു കുറച്ച് കാര്യങ്ങൾ പറയാണ്. വാതിലൊക്കെ തുറന്നിട്ട് പറഞ്ഞു, പ്രജയെങ്കിലും കൂസാതെ അയാൾ പറയുന്നു, ഖുർആന്റെ വചനം കേൾക്കമീറേ ഒന്ന്, ഒരു തെറ്റ് മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ, 3 എണ്ണമുണ്ട് തെറ്റു പറയാൻ നിങ്ങളെ, അനുവാദമില്ലാതിവിടമിൽ കടന്നൊന്ന്, മതിലിൻ്റെ മുകളിൽ ചാടി നിങ്ങൾ വന്ന്, കതകിൻ്റെ പഴുതിൽ കൂടി നോക്കി 3 തെറ്റങ്ങൾ ചെയ്ത്, ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്നാ. വിയർപ്പിൽ കുളിച്ചു എന്നാ ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ പറയുന്ന കേട്ടിട്ട്, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഇറങ്ങിയാണ് പോയി. വലാ തജസ്സസു എന്നുള്ള ആയത്താണ് ആ ചെറുപ്പക്കാരൻ ഓതിയത്. അയാൾ പിന്നെ മാറി. പക്ഷേ അതിൽ വലിയൊരു പാടുണ്ട്. ജീവിതത്തിൻ്റെ സാമൂഹികമായ ബന്ധങ്ങൾ, അതിലൊക്കെ എന്തൊരു പ്രാധാന്യം എന്നറിയോ അല്ലേ. നമുക്ക് വേറുള്ളവൻ്റെ കാര്യം ആലോചിച്ചിട്ട് നമുക്ക് ബേജാറാണ് എപ്പോഴും. ഓല കാര്യം എന്താന്ന്, നമ്മളെ കാര്യം നമ്മൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. റബ്ബേ, ഓല പെരയിൽ 4 പെൺകുട്ടികൾ, എങ്ങനെ പോറ്റയുടെയൊക്കെ കല്യാണം നടക്കുക റബ്ബേ, എന്താ പോറ്റയുടെയൊക്കെ കഥ. വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്. ഓലോട് ഒരു പ്രശ്നമല്ല. ഓലതാ മന്തി കൊണ്ടിരുന്നോ, ഷവായി കൊണ്ടിരുന്നോ, പിന്നെ ഇപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ കൊടുന്ന് ഇങ്ങനെ തിന്നണ ഒരു പ്രശ്നം അവിടെ അല്ല. ഓരോ സമയമായപ്പോൾ ഓരോ കുട്ടികളെ കല്യാണവും കഴിഞ്ഞ് പോണു, നമ്മളും അവിടെ കൂടണു. ഈ ബേജാറായൊരു മുഴുവൻ അവിടെ വരുന്നത്. അവിടെ ഒരു പ്രശ്നമല്ല. ഈ ബേജാറായോ അങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്ത് നല്ല ബന്ധങ്ങളാണ് ആ പെരയിൽ വന്നതെന്നറിയോ. പഠിച്ചവൻ്റെ തീരുമാനം നോക്കൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. നമുക്ക് കുറച്ച് ഓവർ ബേജാറുകളുണ്ട്. ഇനി എന്താകുകയെന്ന്. എന്താകാനാ? കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട സംഗതിയാണ്. വെറുതെ അങ്ങോട്ട് ടെൻഷൻ അടിക്കും ആൾക്കാർ. ഇനി എന്താകുകയെന്ന്. അതാ മോട്ടറിൻ്റെ അത് പൊട്ടിക്കണു. പഠിച്ചോനെ, എന്തോ ഖിയാമത്ത് വരുന്ന പോലെയാണ് ചില പെരയിൽ. കറണ്ടൊക്കെ പോയാണ് ബേജാറ് അല്ലേ. അപ്പോഴും ചില ഈ അസൂയയുടെ ഒരു ഭാഗം കണ്ടില്ലേ നിങ്ങൾ. അടുത്ത മകള് പറയും കറണ്ട് പോയി ഉമ്മാന്ന്. ഉമ്മാൻ്റെ അല്ലാ എന്താ കാട്ടുക. മൈമൂട്ടിയാക്കാൻ്റെ കൂടെ കറണ്ട് ഉണ്ടോ നോക്ക്. മൈമൂട്ടിയാക്കാൻ്റെ കൂടെയും പോയിക്കണം. മൈമൂട്ടിയാക്കാൻ്റെ കൂടെയും പോയിക്കണില്ലേ, റാഹത്തായി. മൈമൂട്ടിയാക്കാൻ്റെ കൂടെ കത്തണുണ്ട്. എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് തള്ള നെലിയും വിളിയും കൂടുക. എന്തൊരു അസൂയ എന്നറിയോ. അവിടെ കത്തണതാ പ്രശ്നം, ഇവിടെ പോയതല്ല പ്രശ്നം. ഈ മനസ്സ് നമുക്ക് എവിടുന്ന വന്ന്. ചെറിയ സംഭവമൊന്നും അല്ലല്ലോ
അല്ലേ? അൽ ഹസദു യഅ്കുലുൽ ഹസനാത്ത്, നിങ്ങളെ നന്മകൾ തിന്നുകളയും അസൂയ. കമാ യഅ്കുലുൻ നാറു അൽ ഹതബ, തീവറക് തിന്ന് തീർക്കുന്ന പോലെ നിങ്ങളുടെ നന്മകൾ അസൂയ തിന്ന് തീർക്കുന്നുവെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യത്തിൽ അസൂയല്ല എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. ലാ ഹസദ ഇല്ലാ ഫീ സിനൈൻ, രണ്ട് കാര്യത്തിൽ അസൂയല്ല എന്നാ. ഒന്ന്, ഒരാൾക്ക് അല്ലാഹു ഇൽമ അങ്ങോട്ട് കൊടുത്ത് അയാളത് ആളുകൾക്ക് ബോധനം നടത്തുന്നു, പഠിക്കുന്നു, ജനങ്ങൾക്ക് ഉപകാരം കൊടുക്കുന്നു. അയാൾക്ക് ഖുർആൻ അല്ലാഹു വിജ്ഞാനം കൊടുത്തു, അയാളത് സമൂഹത്തിന് ഉപകാരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അതിൽ അസൂയല്ല. അതേപോലെ എനിക്കാകണം എന്നുള്ള എനിക്ക് പരിശ്രമിക്കാമെന്നാണ്. രണ്ടാമത് പറഞ്ഞത്, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് അങ്ങോട്ട് കൊടുത്തു. അഅ്താഹു മാലൻ കസീറൻ, ധാരാളം പണം അങ്ങോട്ട് കൊടുത്തു. കൊടുത്ത മനുഷ്യൻ എന്താ കാട്ടണമെന്നറിയോ? അത് പിശുക്കി പിടിക്കല്ല, അതിങ്ങനെ ആളുകൾക്ക് ധർമ്മം ചെയ്യുന്നു. അപ്പം നമുക്ക് ആലോചിക്കാം എന്ത്, അപ്പം നമുക്ക് ആലോചിക്കാം അതേപോലെ ആകാൻ. ആ രണ്ട് കാര്യം അതിലല്ലാതെ അസൂയല്ല എന്നാ. അതൊരു പാടാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ അല്ലേ പഠിക്കണ്ടേ? നമ്മൾ ഖുർആൻ പഠിക്കണം, ധാരാളമായിട്ട് പഠിക്കണം. അതൊരു കടലാണ്. പാരായണം അല്ലേ? ചില ആളുകൾ അഭിമാനം പറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ മദ്രസയിലൊക്കെ നന്നായിട്ട് ഓതിയിരുന്നു, പിന്നെ ഇപ്പം എനിക്കിപ്പോൾ ആകെ ആമന റസൂൽ തന്നെ അറിയുള്ളൂ എന്നൊക്കെ ഒരു ചങ്ങായി ഓവാലത്തും വരുന്ന് പറയുന്ന കാല. വലിയ സംഭവമായിട്ടാണ് അത് പറയുന്നത്. ആയത്തുൽ കുർസിയും കുറച്ചൊക്കെ അറിയാം, പിന്നെ എനിക്ക് അതൊന്നും എനിക്ക് വലിയൊരു പുടിയാറില്ല എന്ന് പറഞ്ഞിട്ട് ഈ അല്ലേ പഴയകാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആൻ പഠിച്ച് മറക്കൽ ഹറാം എന്നാ പറഞ്ഞത്. ഖുർആൻ പഠിച്ച് മറക്കാൻ പാടില്ല. എൻ്റെ മോനാണ് ഇവിടെ ഖിറാത്ത് നടത്തിയത്. അവനെ കഴിഞ്ഞ കൊല്ലം തന്നെ ഹിഫ്ളായതാണ്. പിന്നെ ഒരു കൊല്ലം കൂടി ഞാൻ അവിടെ നിർത്തി, ദൗറൊക്കെ കഴിഞ്ഞു. ഇന്നലെ അവൻ അവിടെ നിന്ന് പോന്നു. ഇനി ഞാനും അവനും കൂടിയാണ് ജീവിതം. അപ്പോൾ അവനേത് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ തറാവീഹിന് ഇമാമായിരുന്നു. ഈ തറാവീഹിനും ആ പള്ളിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത് നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയൊരു സംഭവം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും മക്കൾ ഇങ്ങനെ പഠിച്ചു വരുന്നവരുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ കമ്മിറ്റിയിലുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ റസൂലുള്ളാഹിൻ്റെ സഹാബികളുടെ കാലത്ത് നടന്നൊരു സംഭവം, അംറുബിനു അബി റബീഅ എന്ന് പറയുന്ന അംറുബിനു അബി സലമ എന്ന സഹാബിയുടെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടിയൊന്ന് കളിക്കുകയൊക്കെ ചെയ്യും, അത് കാര്യമാക്കണ്ട നിങ്ങൾ കുട്ടികൾ ആ രീതിയിൽ, പക്ഷെ അവരെ നമ്മളെ കൂടെ നിർത്തണം. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലും അതുപോലെ തന്നെ പാറലിലൊക്കെ ഇവനിങ്ങനെ ഇമാമ നിൽക്കും. അതേസമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയണ്ടായി, ഓനെ നാട്ടിൽ സമ്മതിക്കൂല. 4-5 കുട്ടികൾ ഇതേമാതിരി ഹിഫ്ള് കഴിഞ്ഞ് വന്നു, പള്ളി കമ്മിറ്റി സമ്മതിക്കൂല, കുട്ടികൾ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫത്വ ഇറക്കുന്ന. നമ്മളെന്ത് ചെയ്യും? മക്കളെ കൂടെ നിർത്തണ്ടേ അല്ലേ? സുജൂദിൽ വീണ് കിടന്നു, എന്തൊരു പരിഗണന മക്കൾക്ക് എന്നറിയും. റസൂലുള്ള സുജൂദിൽ കിടന്നു, ദീർഘമായ സുജൂദ്. എന്തേ സുജൂദ് ഇത്ര നീണ്ടത് ഞങ്ങൾക്കറിയൂല. അവസാനം സലാം വീട്ടി ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ചുറ്റുമിരുന്നു. ഞങ്ങൾ പറഞ്ഞു, മാ റഅയ്നാ ഖത്തു അത്വല സുജൂദ്, ഇത്ര ദൈർഘ്യമുള്ള ഒരു സുജൂദ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നബിയേ. എന്തെങ്ങനെ സുജൂദ് നീണ്ടത്? ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിച്ച നബി വല്ല പുതിയ ദുആ പഠിപ്പിക്കും, അല്ലെ ജിബ്രീൽ വന്നിട്ട് എന്തോ പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അതൊന്നുമല്ല. ആ മറുപടി ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയെന്നാ. ഞാൻ സുജൂദിൽ വീണ് കിടന്നപ്പോഴാണ് എൻ്റെ മകളായ സൈനബിൻ്റെ മകളായ ഉമാമ വന്നിട്ട് പെരടിയിൽ കയറിയിരുന്നതാണ്. അവൾ സ്വമേധയാ എഴുന്നേറ്റ് പോകുന്നത് വരെ ഞാൻ മിഹ്റാബിൽ അങ്ങനെ കടന്നു എന്ന് മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, അങ്ങനെയാണ് കടന്നത്. എന്തൊരു പരിഗണനയത് അറിയും. കുട്ടികളോടുള്ള പരിഗണന നോക്കുങ്ങൾ. അവിടെയാണ് നമ്മളമ്മ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിങ്ങനെ ഉഷാറായിട്ട് കയ്യൊക്കെ അങ്ങോട്ട് കെട്ടണ നേരത്തെ ഉണ്ട് 2 വയസ്സുള്ള കുട്ടി ആ നിസ്കാരപ്പായി കൂടെ അങ്ങനെ മുട്ടുകുത്തിയാണ് വന്നപ്പോൾ കജ്ജങ്ങോട്ട് അയച്ചിട്ട് എൻ്റെ അമുക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തള്ള തൊള്ളിയും വിളിയും കൂട്ടുക. എന്ത് ദീനായി പഠിച്ചത് നമ്മൾ? ഒരു പ്രശ്നമല്ല, കുട്ടികളതേ പോയിക്കോട്ടെ, ഒരു ബേജാറും കരുതല്ലേ. ചില സ്ഥലത്ത് പള്ളിയിൽ കുട്ടികളെ കൊണ്ട് നീന വക്കാണ.
എൻ്റെ നിസ്കാരം ആകെ ബാത്തിലായി, അതുകൊണ്ട് മേലിഞ്ഞ് കുട്ടികളെ കൊണ്ടുവരുതെന്ന്. റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ മക്കൾ വന്നിരുന്നു അല്ലേ? ഞാൻ ദീർഘിപ്പിക്കാൻ ആലോചിച്ചു. സൂറത്തുൽ ബഖറ ധാരാളമായിട്ട് പാരായണം ചെയ്തു. അത് മുഴുമിപ്പിക്കണം ഇന്നത്തെ നമസ്കാരത്തിൽ എന്ന് എനിക്ക് തോന്നി. ഖുർആൻ അങ്ങനെ മനോഹരമായി ഞാനിങ്ങനെ ഓതുകയാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് നിർത്തി. ഞാൻ റക്അത്ത് അടുത്ത സുർക്കൂയിലേക്ക് പോയി. കാരണം മക്കൾ കരയുന്നത് കേട്ടോ. ആ മക്കളുടെ കരച്ചിൽ അവരുടെ ഉമ്മമാർക്ക് വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് റക്അത്ത് ഞാൻ ചുരുക്കി, ഖിറാഅത്ത് ഞാൻ ചുരുക്കി. ഹദീസാണ് ഈ പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? കുട്ടികൾ പള്ളിക്കലേക്ക് വന്നിരുന്നു എന്നർത്ഥം. ഇനി കുട്ടികൾ വന്നാൽ തന്നെ ഈ കുട്ടികളെങ്ങനെ ടോർച്ചടിച്ച് നോക്കണ്ട, നമ്മൾ നിസ്കരിച്ചാൽ മതി. ചില ആൾക്കാർക്ക് അതാ പണി. കജ്ജാണ് കെട്ടിയ മറ്റേ ആചാര്യ നിന്ന് പേരക്കുട്ടിനേട്ടാ വന്നിക്കണത്, എന്താ ഇനിയിപ്പോൾ ഉണ്ടാകുക വെച്ചിട്ട് ഇവൻ അത് നോക്കലാ പണി. എന്നിട്ട് ഈ കുട്ടിയാണെങ്കിലോ, കുട്ടികളല്ലേ, ഇങ്ങനെ ആ സഫിൻ്റെ മുമ്പ് കൂടെ അങ്ങോട്ട് പോകും, ഇട്ട് പോകും. അതൊരു വലിയൊരു സംഭവമാക്കിയിട്ടേ ഇല്ല. കുട്ടികളെ ഒന്നോ രണ്ടോ വട്ടം, പിന്നെ കുട്ടികൾക്കൊരു ബോധം വരും. അല്ലാതെ കുട്ടികളങ്ങോട്ട് പാടങ്ങോട്ട് അടച്ച് ആക്ഷേപിച്ച് അല്ലേ. ഇനിയിപ്പോൾ താ റമദാൻ വരികയാണ്. 2 മക്കൾ നന്നാകാൻ തീരുമാനിച്ചു നമ്മളെ നാട്ടിൽ വിചാരിക്കുക. ഓലിങ്ങനെ ഒതൊക്കെ ഉണ്ടാക്കി പള്ളിക്കലേക്ക് ഇങ്ങനെ കയറുക. അതുവരെ നിസ്കാരത്തിലൊന്നുമില്ല. ഈ ടറഫിലൊക്കെ രാത്രി പോയി നേരം വെളുത്ത് വരുന്ന കുട്ടികളാണ്. രാത്രി മുഴുവൻ പെനാൽറ്റി അടിച്ച് ഗോളടിച്ച് പിന്നെ കൊറ്റനാടിനായിട്ടൊക്കെ വരുന്ന മക്കളാണ്. പക്ഷേ അന്നെന്ത് ചെയ്തു, ഒന്ന് നന്നാകാൻ തീരുമാനിച്ചിട്ട് പള്ളിക്കലേക്ക് ഇങ്ങനെ കയറി വരിക. കാലൊക്കെ ഒന്ന് കെങ്കിങ്ങോട്ട് കയറിയപ്പോൾ അവിടെ 2 കാരണന്മാരിക്കുന്നുണ്ട്. അതിലൊരു കാരണർ, ഓൻ്റെ അമുക്കെ എൻ്റെ ഞെരിയാണി ശരിയായിട്ടില്ല, എന്ത് നിസ്കാരത്തിന് അജ്ജ് വന്ന് കേട്ടോ ഓനങ്ങോട്ട്. പിന്നെ ഞാൻ വൈക്ക് വരുമോ? ദീനെന്ന് പറഞ്ഞാൽ മനുഷ്യനെ അടുപ്പിക്കണം, അകറ്റരുത്. അതാണ് ഇത്. എത്ര എളുപ്പമാണ്. യസ്സിറോ വലാ തുഅസ്സിറോ. നിങ്ങൾ ദീൻ എളുപ്പമാക്കണം, നിങ്ങൾ ഈ ദീനിനെ പ്രയാസമാക്കരുത്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഖുർആൻ, അതിൻ്റെ പഠനം, അതിൻ്റെ പാരായണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹ് വെറും 9 വയസ്സ് മാത്രം പ്രായം, അപ്പോഴേക്ക് ഖുർആൻ മുഴുവൻ മനഃപ്പാടമാണ്. ആളുകൾ ചോദിക്കും ഷാഫിയോട്, ഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിയോട്, ആരാണ് ഇത്ര ചെറുപ്പത്തിൽ ഖുർആൻ പഠിപ്പിച്ചു തന്നത്? അപ്പോഴേക്ക് കണ്ണ് നനയും. അതൊരു സ്നേഹത്തിൻ്റെ കണ്ണുനീർ പ്രവാഹമാണ്. ഉമ്മ എന്ന ഉത്തരമാണ്. ബാപ്പയില്ലാതെ വളർന്ന മകനാണ് ഷാഫിഈ. അങ്ങനെയുണ്ട് ലോകചരിത്രത്തിലെ അത്ഭുതങ്ങൾ. അനാഥനായിട്ട് വളർന്ന കുട്ടിയാ. ആ കുട്ടി ലോകത്ത് വിജ്ഞാനം കൊണ്ട് നിറച്ചില്ലേ. ഇമാം ബുഖാരി ബാപ്പല്ലാതെ വളർന്ന കുട്ടിയാ. അനാഥനായിട്ട് ചെറുപ്പത്തിലെ ബാപ്പ മരിച്ചുപോയി. എന്നിട്ട് ബുഖാരി ലോകത്ത് വിസ്മയം സൃഷ്ടിച്ചു. ഇമാം നവവി റഹിമഹുല്ലാഹ് ഉമ്മ വളർത്തിയ കുട്ടിയാണ്. അതൊക്കെ പോട്ടെ, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലം യജിദ്ക യതീമൻ ഫആവാ, അനാഥനായിട്ട് നിന്നെ കണ്ടു, പക്ഷേ നിനക്ക് നാം അഭയം നൽകിയില്ലേ നബിയേ? ഖുർആൻ ചോദിക്കുക. ഞാൻ ഷാഫി ഇമാമിനെ കുറിച്ച് പറയട്ടെ. അദ്ദേഹം ഈ 9 വയസ്സായപ്പോൾ ഖുർആൻ മനപ്പാടാക്കി. പിന്നെ 13 15 വയസ്സായപ്പോഴേക്ക് ഫത്വകൾ കൊടുക്കാൻ വരെ അദ്ദേഹത്തിന് വിജ്ഞാനമുണ്ടായി. മഹാപണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. അന്നത്തെ ഒരു പഠന രീതി എങ്ങനെയെന്ന് അറിയും? ഉച്ചവരെ അതുവരെ പഠിച്ചത് ഉസ്താദിന് പറഞ്ഞു കൊടുക്കും. അതാണ് അന്നത്തെ പഠന രീതി. പഠന രീതിക്ക് പല കാലത്തും പല സ്വഭാവ മാറ്റങ്ങളൊക്കെ വരും അല്ലേ. നമ്മൾ സ്കൂളിൽ പഠിച്ച മാതിരത്തെ പുസ്തകമല്ല ഇപ്പോൾ. ഇപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ പുസ്തകം നോക്കിയാൽ, പണ്ടൊക്കെ നമ്മൾ റാഗി പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വീളക്കും കണ്ടു, കടലിൽ തീര കണ്ടു കപ്പൽ കണ്ടു. പഴയ 2ാം ക്ലാസ്സിലെ ബുക്കിലുണ്ട്. ഇപ്പോഴത്തെ 2ാം ക്ലാസ്സിലെ ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ലീല വന്നു, പിന്നെ പൂവ് വിടർന്നു, പിന്നെ കുറേ ചിത്രങ്ങളാണ്. എന്താ കുട്ടിക്കും അറിയില്ല, എടുക്കണം മാസിനും അറിയില്ല. പിന്നെ ഒരു കഥകളിയാണ്. അതങ്ങനെയാണ്. പണ്ടത്തെ ബുക്ക് അങ്ങനെയല്ല, കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു, കുറേ സംഗതികൾ. ഇപ്പോൾ ബുദ്ധിജീവികൾ പറയട്ടോ, അത്ര മതി, അക്ഷരമൊന്നും വേണ്ട, അതങ്ങനെ പഠിഞ്ഞോളും, അതൊക്കെ പറയും. ആയിക്കോട്ടെ, അത് നമ്മൾ അങ്ങോട്ട് പോവുകയല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തൊരു മാറ്റം.
അവിടെ ഷാഫി ഇമാമിൻ്റെ പഠനകാലം എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം ഉച്ചവരെ പഠിച്ച ഉസ്താദിനാണ് ചൊല്ലിക്കൊടുക്കും. ഒരു ദിവസം ഉസ്താദിന് ചൊല്ലിക്കൊടുക്കുക. പക്ഷെ അന്ന് കിട്ടണില്ല, ഷാഫിക്കൊക്കെ തെറ്റുക, ചൊല്ലിക്കൊടുക്കണമൊക്കെ തെറ്റുക. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഉസ്താദ് പറയാ, വക്കീ എന്നാണ് ഗുരുനാഥൻ്റെ പേര്, ഇമാം വക്കീ റഹ്മഹുള്ള. അദ്ദേഹം പറയാം, എന്താ കുട്ടി എനിക്ക് പറ്റിയത്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഷാഫി കരയാൻ തുടങ്ങി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു ഹറാമ് നീ പ്രവർത്തിച്ചിട്ടുണ്ട്, അതായിരിക്കും കാരണം. കുട്ടി പറഞ്ഞു, അതെ ഉസ്താദ്, എന്നൊരു അബദ്ധം പറ്റി. ബഗ്ദാദിൻ്റെ അങ്ങാടിയിലൂടെ ഞാൻ നടന്നു വരുമ്പോൾ ഒരു പെണ്ണിൻ്റെ വസ്ത്രം അവളുടെ കണങ്കാലിൽ നിന്ന് അല്പം ഉയർന്നു. അറിയാതെ എൻ്റെ കണ്ണ് ഉടക്കിപ്പോയി. ഞാൻ അള്ളാഹുവിൽ തൗബ ചെയ്തിട്ടുണ്ട്, അതെന്നെയാണ് കാരണം എന്ന് ഉസ്താദ് പറഞ്ഞു. എന്നിട്ടൊരു ഉപദേശമുണ്ട്. ഇമാം ഷാഫി പിന്നീട് അത്, ഷാഫി ഇമാമിന് ഫിഖിൻ്റെ ഗ്രന്ഥം മാത്രമൊന്നുമല്ല കേട്ടോ, ഷാഫി ഇമാമിൻ്റെ കവിതകൾ സമാഹരിച്ച് അത്ഭുതം തോന്നിപ്പോവും നമ്മൾ. എത്ര മനോഹരമാണെന്നറിയോ. ശക്കൗതു ഇലാ വഖീഇൻ സുഅ ഹിഫളി ഫഅർശദനി ബിതർക്കിൽ മഅസിയാതി വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി. ഷാഫി ഇമാമിൻ്റെ വരികളാണ്. ശക്കൗത്തു, ഞാൻ ആവലാതി പറഞ്ഞു, ഇലാ വക്കീ, എൻ്റെ ഗുരുനാഥനായ വക്കീനോട്, സുഅ ഹിഫ്ളി, എൻ്റെ മനപ്പാടം മോശമായിട്ടുണ്ട്. അപ്പോൾ ഫഅർശദനി, എൻ്റെ ഉസ്താദ് എന്നെ ഉപദേശിച്ചു, ബിതർക്കിൽ മഅസിയാത്ത്, നീ ദോഷങ്ങൾ ഒഴിവാക്കണം. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, അറിവ് അല്ലാൻ്റെ വെളിച്ചമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിഅസി, ദോഷം ചെയ്തവർക്ക് അല്ലാഹ് കൊടുക്കൂല എന്നാ. ഖുർആൻ്റെ കാര്യം അങ്ങനെ തന്നെ കേട്ടോ. ചില ആൾക്കാർ പറയും ഖുർആൻ ക്ലാസ്സിൽ പോയിട്ട് ഒന്നും പഠിയണില്ല, അതുകൊണ്ട് ഞാൻ ഇനി ക്ലാസ്സിനില്ല. അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്കിതെന്താ പഠിയാത്തത്, കാരണം ഈ ഹറാമും ഇത് രണ്ടും കൂടി യോജിക്കൂല. അങ്ങനെയാണ്. ചില ആളുകളെ പറ്റി പഠിച്ചാൽ അന്തം വിട്ടുപോകും. ഞാൻ ഇപ്പോൾ എൻ്റെ നാട്ടിലൊരാളെ പറ്റിയിട്ട് വേറൊരാൾ പറഞ്ഞെന്താ പറയാൻ പാടണമെന്ന് എനിക്കറിയില്ല. വേറൊരാൾ പറഞ്ഞു, മൂപ്പർക്ക് ഒരു ബർക്കത്തും ഇല്ല, എല്ലാ ബിസിനസ്സും ചെയ്യും, ഒക്കെ പാളിപ്പൂണാണ്, എന്തോ പരീക്ഷണമുള്ള പോലെ. അപ്പം അങ്ങനെ എന്താ പാവത്തിന്, മൂപ്പർക്കൊരു കുഴപ്പമുണ്ട് എന്നാ. എന്താ കുഴപ്പമെന്നറിയോ, മൂപ്പര് അവിടെ നിന്നൊന്നും നിൽക്കില്ല. രാവിലെ നേരത്തെ അവല് സുബി കഴിഞ്ഞേക്ക് ഒറ്റപ്പാലത്തേക്കാണ് പോകും. എന്നിട്ട് അവിടെ ഉണ്ട് ഈ ലോട്ടറി, തോണ്ടണ ലോട്ടറി, അതിൻ്റെ ആളാണ്. അതൊരു ഹരാണ് മൂപ്പർക്ക്. അതിങ്ങനെ എടുക്കുക, എന്നിട്ട് എപ്പോഴേലും ഒരു 100 റുപ്യ കിട്ടും. 10,000 പോയിട്ടുണ്ടാവും. അതൊരു രസമാണ്. ആ 100 റുപ്യ ഒരു പുളകണ്ട അയാൾക്ക്, സന്തോഷം. ഇതിൻ്റെ ഒരു അഡിക്ഷനാണ് അയാൾ. 5 നേരം നിസ്കരിക്കുന്നുണ്ട്. എന്താ ചെയ്യുക? വല്ല ബർക്കത്തുണ്ടോ, വല്ല ഗുണമുണ്ടോ, ജീവിതത്തിൽ വല്ല മാറ്റമുണ്ടോ? അങ്ങനെ കുറേ സംഗതികൾ നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. തിരുത്തണം നമ്മൾ. എന്നിട്ട് ഷാഫി നമ്മളോട് പറഞ്ഞു, ഇമാം ഷാഫി റഹ്മത്തുള്ള, നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കണമെങ്കിൽ 6 കാര്യം വേണമെന്ന്. ഒരു വിഷയം പഠിക്കണമെങ്കിൽ 6 കാര്യം വേണം. ലഖീലൻ തനാലുൽ ഇൽമ ഇല്ലാ ബിസിത്തതി സൗംബിക മജ്മൂഇ ഹാബിബയാനി ذكاء وحرص واصطبار وبلغة وإرشاد أستاذي وطول زماني. അതിൽ ഒന്നാമത് എന്താണ്? 6 കാര്യമാണ്. ഒന്ന് ദക്കാ എന്നാണ്, ബുദ്ധി. കുറച്ചൊരു ബുദ്ധി വേണം. പഠിച്ചവൻ ബുദ്ധിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നല്ല ബുദ്ധി നമുക്കുണ്ട് കേട്ടോ, അതിനൊന്നും ഒരു കുറവുമില്ല. ദക്കാ. 2 ഹിർസ്. ഹിർസ് പറഞ്ഞാൽ താല്പര്യം. താല്പര്യം ഉണ്ടെങ്കിലേ പഠിയുള്ളൂ കേട്ടോ. അത് ഖുർആനാകട്ടെ എന്താകട്ടെ, നമുക്ക് താല്പര്യം ഉണ്ട് ഈ പടി. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണല്ലോ, ചില വിഷയങ്ങളോട് താല്പര്യം ഉണ്ടായി. എന്താ, അതങ്ങനെയാണ്, എല്ലാം പഠിച്ചു അതിൻ്റെ ആ വിഷയത്തിൻ്റെത്. ഇതിൽ തന്നെ ഷാഫി പറയേണ്ടി ഇർഷാദ് ഉസ്താദ് എന്നാ, നല്ലൊരു അധ്യാപകൻ വേണമെന്നാ. ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടത്. വെളിയങ്കോടുള്ള ഒരു സഹോദരൻ ഉണ്ട്, അയാൾക്ക് അബുദാബിയിൽ ബിസിനസ്സാണ്. ഇപ്പോൾ അയാൾ നാട്ടിൽ കൂടിക്കണം. ഞാൻ ഇന്നലെ അയാൾ വീണ്ടും കണ്ടു. 10-15 കൊല്ലം മുമ്പ് അയാൾ എന്നോട് പറഞ്ഞൊരു സംഗതി എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു സംഗതിയാണ്. അതായത് അയാൾ പറയാ, നമ്മളിപ്പോൾ ഈ ജൂതന്മാരങ്ങനെ കുറ്റം പറയാലോ, അല്ല അങ്ങനെ അങ്ങോട്ട് ക്രമം ഇങ്ങോട്ട് അക്രമം.
പഠിക്കാനും പകർത്താനും ചില ഗുണങ്ങൾ അവരിലുണ്ട് പറഞ്ഞു ഇയാളിനോട്. അപ്പോൾ എനിക്കും അതൊരു ഇതായി തോന്നി. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാളൊരു ബിസിനസ് പാർട്ട്ണറുണ്ട് അവിടെ അബുദാബിയിൽ. അയാളൊരു ജൂതനാണ്. അപ്പോൾ നാളെ നമുക്ക് 5 മിനിറ്റ് ഒന്ന് മീറ്റ് ചെയ്യണം, 5 മണിക്ക് മീറ്റ് ചെയ്യണമെന്ന് രണ്ടാളും തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഈ മുസ്ലിം സഹോദരൻ ജൂതനോട് പറഞ്ഞു, 5 മണിക്ക് തന്നെ വരണം കേട്ടോ, എനിക്കത് കഴിഞ്ഞിട്ട് വേറെ പോകാണ്ട്, സമയം ഒട്ടും വൈകരുത്, 5 മണിക്ക് തന്നെ വരണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 5 മണി പറഞ്ഞാൽ 5 മണിയാണ്. ഐ ആം നോട്ട് എ മുസ്ലിം. ജൂതൻ പറഞ്ഞ വാക്കാ. അത് കേട്ടിട്ട് ഞാൻ ഞെട്ടിയെന്നാണ്. ഞാൻ മുസ്ലിം അല്ലാന്ന് ജൂതൻ പറയാ. അത് തിരിഞ്ഞില്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. അതാണ് നമ്മളെ കൾച്ചർ. അവിടെയാണ് ഒരുപാട് കാലം പഠിക്കണം, ഒരുപാട് കാലം പഠിക്കണം, എന്നാലേ എന്തേലുമൊക്കെ അറിയുള്ളൂ. മറ്റേത് നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് പൊതുവെ ഒരുപാട് അറിയുന്നൊരു ധാരണയാണ്. അങ്ങനെയല്ല, ധാരാളമായിട്ട് പഠിക്കണം, അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾ നന്നാക്കണം, അല്ലേ? എന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്നുള്ള ഓർമ്മ വേണം. വേഷവിധാനങ്ങളിൽ ശ്രദ്ധ വേണം. ഇപ്പോൾ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ പാൻറ് ഇട്ട് ജീൻസ് പാൻറ്റും ടീഷർട്ടും ഇട്ടാലേ ഒൽക്ക് റാഹത്താവുള്ളൂ. പേരുടെ ഉള്ളിൽ ഇട്ടോട്ടെ, അതിന് നമുക്ക് ഹറാമെന്നൊന്നും പറയാൻ വയ്യ. പക്ഷെ പുറത്ത് അങ്ങനെ ഇടുമ്പോൾ മോശമാണത്. വലിയ വലിയ തറവാട്ടിൽ വലിയ വലിയ കാര്യപ്പെട്ടോടത്തുള്ള മക്കളങ്ങനെ ചെയ്യുമ്പോൾ ഞമ്മക്കും തോന്നും, എന്താപ്പം നമ്മളെ കുട്ടിക്കായിട്ടൊരു കുറവ് തന്നത് നോക്കും പറയാ. പാവമമ്മ അല്ലേ, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ മരിച്ചിട്ട് ഈ ഒരുത്തന് വേണ്ടിയിട്ട് നിന്നതാ ഇവനെ വളർത്താൻ. അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ അമ്മ അവൻ്റെ കൈ എത്ര തവണ കഴുകിയിട്ടുണ്ടാകണം, ആ കൈകളിൽ എത്ര ഉമ്മ കൊടുത്തിട്ടുണ്ടാകണം ആ ഉമ്മ. പക്ഷേ ആ കൈകൊണ്ട് ഘാതകനെ പ്രസവിക്കാൻ ദൗർഭാഗ്യം കിട്ടിയ ഉമ്മ. നിനക്കായവര് ക്ലേശങ്ങൾ എന്തു സഹിച്ചതാ, അതുപോലെ തന്നെ അവരെന്ത് ദുഃഖം തിന്നതാ. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. അവർക്കുള്ള നൊമ്പരം, അവർക്കുള്ള നെഞ്ചകം മെത്ത പോൽ വിരിച്ചിട്ടതാ. നീ എത്ര കാലമതിൽ കിടന്ന് സുഖിച്ചതാ. കാണേണ്ട സമയം തെറ്റിയാൽ ക്ഷമയറ്റതാ. ഹബ്സിൽ അകപ്പെട്ട പോൽ അവർ ആകുന്നതാ. അതാ അമ്മ, അതാ ബാപ്പ, അല്ലേ? അയൽവക്കം ഒക്കെ പ്രധാനമാണ് കേട്ടോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്താൻ. നമ്മൾ ഈ സ്നേഹവും ബന്ധമൊക്കെ നിലനിർത്തണം. ദീനതാ നമ്മളോട് പറയുന്നത്, വൈരമല്ല പഠിപ്പിച്ചത്, അല്ലേ? പരസ്പരമുള്ളൊരു വിദ്വേഷം ഉണ്ടല്ലോ, ഉണ്ടാകരുത്, അല്ലേ? ചില വീട്ടിൽ കാണാം ഒരു മരിയോള് കുട്ടി ഇങ്ങോട്ട് വന്ന അമ്മായിമാക്കൊക്കെ ഒരു അഹങ്കാരം വരലുണ്ട്. ഇനി മുതൽ ഇവിടെ ആരും പൊടിക്കാനും കൊണ്ടുപോകില്ല, ഇനിയൊക്കെ അത് ഇടിച്ച് ഇങ്ങനെ, അല്ലേ? ഈ സാധു പെണ്ണിന് കാണാൻ ഇടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. കുറേ അരി നനച്ചിട്ടും നനക്കാതെയൊക്കെ കൊടുത്തിട്ട് ഒലക്കും കൊടുത്തിട്ട് അതിലിങ്ങനെ ഇടിക്കും. പാവം എന്തിനുണ്ടത് അറിയണം, ഇതിങ്ങനെ ഇടിക്കും. അവസാനം അയലോക്കത്തെ പെണ്ണുങ്ങളൊരു കുശലം പറയാൻ വേണ്ടി വരുന്നുണ്ട്. കാരണം ഇവൾക്ക് വീട്ടിൽ പണിയെടുത്തിട്ട് ഒരു പരിചയമില്ലാന്ന് ഓൽക്കൊക്കെ അറിയാം. പക്ഷെ ഇവര് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പൊടിഞ്ഞിക്കണ്. ഒരു പണിയെടുത്ത് പെരിയിൽ പരിചയമില്ലാത്തൊരു കുട്ടി ഇമാതിരി അരിയൊക്കെ പൊടിഞ്ഞു കണ്ടിട്ട് പത്തിരിനേക്കായും സൂപ്പറായിട്ട് പൊടിഞ്ഞിക്കണം. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഈ പുതിയ മരുമകളോട് ചോദിച്ചു, അല്ല ഇജ്ജ് പെരിയുന്ന ഒരു പണിയെടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം, എനിക്ക് എങ്ങനെ എത്ര പടിഞ്ഞത്, വല്ല പെട്ടെന്ന് 2 ദിവസം കൊണ്ട് പോയി. എൻ്റെ അമ്മായിമാൻ്റെ തല ഇതിൻ്റെ ഉള്ളിലുണ്ടിച്ചിട്ടാണ് ഞാൻ ഇടിക്കണമെന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. എന്താണ് ആ വീടിൻ്റെ കഥ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ പരസ്പരമുള്ള ആ ഒരു ശാപമുണ്ടല്ലോ, ചെറുതൊന്നുമല്ലല്ലോ അത്. എന്താ ചെയ്യുക? ചില വീട്ടിലങ്ങനെയാണ്. സ്വർഗത്തെപ്പറ്റി ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅ്സീമാ. ഒരു വെറും വർത്താനം സ്വർഗത്തിലില്ല, ഒരു കുറ്റപ്പെടുത്തലും സ്വർഗത്തിലില്ല. ഇവിടെ കുറ്റപ്പെടുത്തൽ ഓവറാ ചിലപ്പോൾ, അല്ലേ? എന്ത് കാട്ടിയാലും ഇപ്പോൾ കറി തന്നാൽ തന്നെ ചില ഭർത്താക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു കറി തന്നാൽ ഇത് തേങ്ങ അരച്ചുകൂടാറുന്നു, ഒരു പയത്തില്ല,
അല്ലേ? തേങ്ങ അരച്ചു കൊടുത്താലോ, ഇത് തേങ്ങ അരക്കേണ്ടിന്നില്ല, ഇതൊരു ആ മുളകിട്ടിട്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ്, എനിക്കിതൊന്നും വെക്കാനറിയില്ല. ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ തകർത്തുന്ന. എന്നാൽ ഹജ്ജിനൊക്കെ അയാൾ കുറേ പോയിട്ടുണ്ട്, ഒമ്പ്ര ഇടക്കിടക്ക് ചെയ്യാനും പോകുന്നുണ്ട്. പക്ഷെ പെരയുടെ ഉള്ളിലൊരു സ്വൈരം കൊടുക്കൂല. ഖിയാർക്കും ലി അഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണെന്ന് റസൂലുള്ള വെറുതെ പറയണതല്ല, അതൊരു തത്വമാണ്. എല്ലാവരെ കൊണ്ടും പറ്റിക്കൊള്ളണമെന്നില്ല അത്. അതപ്പോൾ ഇവളിങ്ങനെ ഒരു ചങ്ങായി എപ്പോൾ നോക്കിയാലും കുറ്റം പറച്ചില്ല. അപ്പോൾ ഇവള് പറഞ്ഞു, എന്നാലേ ഇനി ഭയങ്കര വിഷമായിപ്പോയി. അവൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. എൻ്റെ ഭർത്താവ് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും കുറ്റം പറയണം, മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നിക്കണ് എന്ന് പറഞ്ഞപ്പോൾ അവസാനം സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് അയാൾ പറഞ്ഞു കൊടുത്തു, എൻ്റെ ഭർത്താവ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണോ മൂപ്പർ എവിടെയെങ്കിലും പോയി വരുമ്പോൾ അതാണ് കൊടുക്കണം. അപ്പോൾ ഇവളിങ്ങനെ ആലോചിച്ചു, ഭർത്താവിന് നല്ല ഇഷ്ടമുള്ള ഭക്ഷണം ഇപ്പോൾ ഏതാണ്. അപ്പോൾ അവൾക്ക് പിടികിട്ടി, മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, ചക്കയും മാങ്ങയും ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു അറിയാം, പോണ പോക്ക് തന്നെ 2 കിലോ മാങ്ങണ് വാങ്ങി, അതിങ്ങനെ തോലൊക്കെ കളഞ്ഞ് കഷ്ണം വെട്ടി വൃത്തിയായിട്ട് അങ്ങോട്ട് അടുക്കി വെച്ച്, അതൊരു ഘടകാട്ടോ. ചില പെരയിൽ കാണാം മാങ്ങയൊക്കെ വെട്ടിയ കണ്ടാൽ 4, 3, 10 കഷ്ണാക്കിയിട്ട് ഇങ്ങനെ വല്ല ബദർ യുദ്ധം കഴിഞ്ഞ മാതിരി. അതൊന്നും ഒരു വിരുന്നുകാർക്ക് ആ ജാതി കൊടുക്കരുത്. അതിലൊക്കെ ഇസ്ലാമിനൊരു മര്യാദ ഉണ്ട്. ദുബായിൽ റാമദ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, നിങ്ങൾക്ക് അറിയണ്ടാവും. അവിടുത്തെ ഒരു VIP നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി എനിക്ക്. അപ്പോൾ ഞാനതിന് പോയി. അവിടെ ഇവിടുത്തെ മാതിരി ഒന്നുമല്ല, 5 മണിയായാൽ തന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പ് കൊണ്ടുപോയി ഇരുത്തും. പിന്നെ ഒരു ഇരുത്തല, പിന്നെ നിങ്ങൾ ദ്വയ ചെയ്തോളിന്ന. നമ്മളിങ്ങനെ പല ദ്വയും ചെയ്യും, നാട്ടിലത്തെ ഓർമ്മയും പല ഓർമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ദ്വയ 6 മണിയായി കിട്ടാൻ വേണ്ടിയിട്ടും ദ്വയ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു നല്ല രസമുള്ളൊരു കേക്ക് പോലത്തെ ഒരു സാധനം ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വേണ്ട, വെള്ളം കുടിച്ചിട്ട് അതൊന്ന് തിന്നോക്കണം. അതിൻ്റെ ആ മനോഹരമായൊരാകൃതി ഉണ്ട്. അതിങ്ങനെ വെടുപ്പാക്കി ഉഷാറാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ ചേർത്ത് വെച്ച ഒരു മനോഹരമായ പൂ പോലെ തോന്നിപ്പോയി. വെള്ളം കുടിച്ച് കാരക്കിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ അത് കുത്തിയെടുത്ത് വായിൽ വെച്ച് നോക്കുമ്പോഴാണ് നമ്മളെ നാട്ടിലെ കറുവത്തുംകായാണ്. അന്തമുട്ടോ ഇപ്പോഴത്തെ ഈ പുതിയ കോഴ്സുകളുണ്ടല്ലോ, ഈ ഫുഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോയി, ചില സംഗതികൾ അങ്ങനെയാണ്. അപ്പോൾ മാങ്ങയൊക്കെ വെട്ടുമ്പോൾ ആ രീതിയിലൊരു ഭംഗിയായിട്ട് തന്നെ കഷ്ണം വെട്ടണം. അതതിൻ്റെ ഒരു ഭംഗി അങ്ങനെയാണ്. വിരുന്നേരൊക്കെ വരുമ്പോൾ നല്ല പ്ലേറ്റ് തന്നെ വേണം, അല്ലാതെ ഏതേലും ഒരു പ്ലേറ്റ് അതൊന്നും വേണ്ട. അതൊക്കെ വിരുന്നേരെ ആദരിക്കുക പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മര്യാദയാണ്. ഒന്നുമില്ലാത്ത നമ്മളാ പിന്നെ ഒരു കാലം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അന്നൊരു വീട്ടിൽ ഒരു പായ ഉണ്ടായിരുന്നു, ഒരു സുപ്ര ഉണ്ടായിരുന്നു. എല്ലാവരും കിടക്കൂല, നിലത്ത് കിടന്നാലും അതിൽ കിടക്കൂല. കാരണം ആർക്കുള്ളതായിരുന്നു അറിയോ? വിരുന്നേർക്ക് വരുമ്പോൾ വിരിച്ചു കൊടുക്കാനുള്ളതായിരുന്നു. ആ പായിട്ടിട്ട് അതിൽ ആ സുപ്ര വിരിച്ചിട്ട് അതിൽ ആ ഭക്ഷണം കൊടുത്തിരുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം നമുക്ക് ഓർമ്മ ഉണ്ടോ? അന്നും അങ്ങനെ തന്നെ ഇസ്ലാം. അപ്പോൾ ഞാനങ്ങനെ പറയുമ്പോൾ അങ്ങനെ നീണ്ടുപോയി, നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കണേ, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് നാളെ പരിപാടി ഉണ്ട്, കോഴിക്കോടാണ്. എൻ്റെ ഒച്ച എന്താകുക എന്ന് എനിക്ക് പേടിയുണ്ട്. ഓലാണ് ഞാൻ പറഞ്ഞു ഓലോട്, അപ്പോൾ ഒച്ച കുഴപ്പമില്ല, നിങ്ങൾ പോരി, നിങ്ങളെ വർത്താനം വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോലെ. ബാക്കി എന്താകുകയെന്ന് എനിക്കറിയില്ല. അല്ലല്ല, ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ മാങ്ങ വെട്ടി കഷ്ണാട്ടേക്കിട്ട് കൊടുത്ത് ഇവള് വിചാരിച്ചെന്താ അറിയോ? ഇന്ന് സമാധാനത്തിൻ്റെ ഒരു വർത്താനം ഭർത്താവെന്ന് കിട്ടുന്ന 1.5 കിലോ മാങ്ങ പള്ളേന്ന് നിറഞ്ഞപ്പോൾ ഇവളെ വിളിച്ചു, ഇവിടെ ഒന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഓടിച്ചെന്നു, മാങ്ങ നന്നായിക്കണു ഉഷാറായിക്കണമെന്ന് പറയുന്ന ഇവള് വിചാരിച്ച് ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുമ്പോൾ ഇപ്പം ചൂടാകുക. എന്ത് പണിയജ് കാട്ടി, അനക്ക് തൊട്ട് പാല് പാർന്ന് ജ്യൂസ് അടിച്ചുകൂടായിരുന്നോ? ജ്യൂസ് അടിക്കാൻ പറ്റിയ മാങ്ങയാണിത്, ഇത് ചാണ് കൊളാക്കിക്കണൊക്കെ പാടെ എന്നിട്ട് അങ്ങോട്ട് ചൂടാകുക. പാവം പിറ്റേ ദിവസത്തോടെ 2 കിലോ മാങ്ങ വാങ്ങിയിട്ട് പാലൊക്കെ പാർന്ന് കുറുന്നനെ ജ്യൂസിന് അങ്ങനത്തെ ക്ലാസ് ഉണ്ട് കേട്ടോ. അല്ലാതെ ജ്യൂസിന് സ്റ്റീൽ ക്ലാസ്സിലൊന്നും ജ്യൂസ് കൊടുക്കരുത് വിരുന്നേര് വന്നാൽ. അപ്പം അതിനൊക്കെ പ്രത്യേക ക്ലാസ് ഉണ്ട്. അത് അങ്ങനെ തന്നെ ഇസ്ലാമും അങ്ങനെ തന്നെ പറയണത്. അല്ലാതെ ഒരു കോലല്ലാത്ത അതൊന്നും ചെയ്യരുതേ. ഏതായാലും നല്ല അടിപൊളി ക്ലാസ്സിൽ ജ്യൂസ് 2 ഗ്ലാസ്സാണ് കൊടുത്ത് 1.5 ഗ്ലാസ് കുടിച്ചപ്പോൾ ഇയാൾ വെള്ളം നിറഞ്ഞില്ലേ. അപ്പോൾ ഇയാൾ ഇവിടെ വിളിച്ച് ഇവിടെ എന്നായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു ജ്യൂസ് നന്നായി എന്ന് പറയാനായിരിക്കും എന്ന്. ഇയാൾ ചൂടാകുകയാണ്.
എന്ത് പണി ജല്ലേലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, ഇത് ഇന്നലത്തെ മാതിരിയല്ല, മാങ്ങയല്ല, ഇത് സത്യം പറഞ്ഞാൽ കഷ്ണം വെട്ടാൻ പറ്റിയതായിരുന്നു, എന്തിനാ എന്നൊക്കെ പറയണേ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ചൂടാകുക. വല്ലാത്തൊരു ഗതികേട്. മൂന്നാമത്തെ ദിവസം ഇവിടെ ഏതായാലും സൈക്കോളജി അല്ലേ, മാങ്ങമ്മ മുള്ളോട്ട് എടുക്കുക പറഞ്ഞ മാതിരി ഇവിടെ 4 കിലോ മാങ്ങ വാങ്ങി, 2 കിലോ ജ്യൂസും അടിച്ചു, 2 കിലോ കഷ്ണവും വെട്ടി, രണ്ടും കൂടിയാണ് വെച്ചു കൊടുത്തു ചങ്ങായി വന്നപ്പോൾ. ഇതും ഒരു തീരുമാനമാവുമല്ലെന്ന്. അങ്ങനെ ഇപ്പം ജ്യൂസും കുടിച്ചു, കഷ്ണം മാങ്ങ അതും തിന്നും. ഇതിങ്ങനെ തിന്നിങ്ങനെ അത്യാവശ്യം വെള്ളം ഇങ്ങനെ നിറഞ്ഞേക്ക് ഇവിടെ വിളിച്ചു, ഇവിടെ നിന്നാണ്. അപ്പോൾ ഓള് വിചാരിച്ചോ സാറായിക്കണമെന്ന് എന്നൊരു വാക്ക് പറയുന്നു വിചാരിച്ച് ഓളിങ്ങനെ കാത് കൂർപ്പിച്ചപ്പം പിന്നെ ചൂടാകാൻ തുടങ്ങിക്കണ്. അല്ലെങ്കിൽ എന്ത് പണിയാണ് കാട്ടിയത്, ജ്യൂസ് അടിക്കാൻ പറ്റിയ മാങ്ങയിട്ട് കഷ്ണം വെട്ടി ആ മക്കൾക്ക് മാതൃകയായിട്ട് ജീവിതം ഞങ്ങൾക്ക് ക്രമപ്പെടുത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ റബ്ബേ. നമ്മളെ ഓർക്കുക. അതുകൊണ്ട് ദീനിൻ്റെ ചിട്ടവട്ടങ്ങൾ, അതിൻ്റെ ഷിയാറുകൾ അത് മുറുകെ പിടിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകും. ആ ഓർമ്മ ഉണ്ടാകുക. അനുഗ്രഹം നിറഞ്ഞ സ്വർഗം അവിടെ നമ്മൾ എത്തിച്ചേരുക. അതിനുവേണ്ടി പണിയെടുക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂട്ടായ്മ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നേരം ഞാൻ അടുക്കും ചിട്ടിയില്ലാതെ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്നാലും ഞാനങ്ങനെ പറഞ്ഞങ്ങോട്ട് തീർത്തു. ഞാൻ പറയണിങ്ങനെ പറയും, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എനിക്കും എൻ്റെ പേരീക്കെത്തണം, നിങ്ങൾക്ക് നിങ്ങളെയും പേരീക്കെത്തണം. പണ്ട് KN ഖാദറിൻ്റെ ഒരു പ്രസംഗം കേട്ട ഓർമ്മയുണ്ട്. അബ്ദുനാസറുമായതിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ തെക്ബീർ വിളിച്ചൊരു സാധു പണ്ട് 1992-93 കാലത്ത് ഭയങ്കര തെക്ബീർ അങ്ങോട്ട് വിളിച്ചിട്ട് ഇത് കഴിഞ്ഞ് മൂപ്പര് കരിമ്പോച്ചായിട്ട് മൂപ്പര് അങ്ങനെ അങ്ങോട്ട് പോയി ആൾക്കാരായിട്ട്. പിന്നെ ഇവന് പെരീക്ക് പോകണമെങ്കിൽ റബ്ബേ ഒറ്റോൻ്റെ പെരീൻ്റെ കൂടെ വേണം പോകാനേ. അന്ന് ഈ ടോർച്ച് മുറുക്കിയിട്ട് അങ്ങനെ നിന്ന് ആലോചിക്കുക, ഞോൻ്റെ പെരയുടെ കൂടെ വേണം അങ്ങ് പെരീക്കെത്താന്ന് പറഞ്ഞ മാതിരി. പിന്നെ അവസാനം പോക്ക് നമ്മളൊറ്റക്കാണ്. അപ്പോൾ അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വളരെ നല്ല ഒരു സദസ്സ്, അള്ളാഹു അനുഗ്രഹിച്ചൊരു സദസ്സ്. ഈ കൂട്ടായ്മ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, അറിയുന്നവരും അറിയാത്തവരും, നമ്മളാക്കാൻ കഷ്ടപ്പെട്ടവർ, നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ, മെഴുകുതിരി പോലെ ഉരുകിത്തീർന്നവർ, ആറടി മണ്ണിലേക്ക് നേരത്തെ പോയവർ, ഓർക്കുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന കുറേ മനുഷ്യന്മാർ, സ്നേഹം മാത്രം നമുക്ക് സമ്മാനിച്ചവർ, ശകാരത്തിൻ്റെ ഉള്ളിലും സ്നേഹമാണെന്ന് കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചറിഞ്ഞവർ, അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ നാട്ടിലെ ദീനിൻ്റെ അന്തരീക്ഷവും ദീനിൻ്റെ ഷിയാറുകളും അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളെ തന്ന്, കൺകുളിർമയുള്ള മക്കളെ തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام عليكم ورحمة الله وبركاته.